വോയിസിൻ്റെ നമുക്ക് ചുറ്റും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ചെറുപുഴയുടെ അഭിമാനമായ നമുക്ക് ഏവർക്കും സുപരിചിതനായ ചെറുപുഴ കൃഷി ഓഫീസിലെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഓഫീസർ ശ്രീ സുരേഷ് കുറ്റൂർ. അദ്ദേഹമാണ് നമ്മോടൊപ്പം ഇന്ന് പങ്കുചേരുന്നത് ഈ പ്രോഗ്രാമിൽ. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ 2025 മികച്ച സംസ്ഥാന കൃഷി അസിസ്റ്റന്റ് അവാർഡ് അദ്ദേഹത്തെ വീണ്ടും തേടി വന്നിരിക്കുകയാണ്. ഈ സന്തോഷത്തിൽ അദ്ദേഹത്തോടൊപ്പം നമ്മളോടുകൂടി പങ്കുചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം. ഏതായാലും നല്ല സന്തോഷകരമായ ഒരു വാർത്തയാണ്. അപ്പോൾ സാറിനോടൊപ്പം തന്നെ ഈ ഒരു നല്ലൊരു വാർത്തയിൽ നമ്മൾ കൂടി അഭിമാനം കൊള്ളുകയാണ്. കാരണം നമ്മുടെ ഈ ചെറുപുഴക്കാർക്ക് അത്രയും വേണ്ടപ്പെട്ടൊരു സാറാണ്. അപ്പോൾ സാറിൻ്റെ ഈ സന്തോഷം എങ്ങനെ കാണുന്നു ഈ ഒരു അവാർഡ്? നമ്മൾ സ്വാഭാവികമായും നമ്മുടെ പ്രവർത്തനത്തിന് പ്രചോദനമാണ്, പ്രത്യേകിച്ച് എല്ലാ അവാർഡുകളും. പിന്നെ ഇത് സംസ്ഥാന തലത്തിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു വകുപ്പ് എന്ന രീതിയിൽ കൃഷി വകുപ്പ് നൽകുന്ന അവാർഡ് നമുക്ക് നമുക്ക് ലഭിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ച അവാർഡാണിത്. അപ്പോൾ ഈ അവാർഡ് ഇത് രണ്ടാമതാണ് ലഭിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു അവാർഡ് ഒരു പ്രാവശ്യം സംസ്ഥാന അവാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് പരിഗണിക്കപ്പെടുന്നത് 3-4 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു അവാർഡ് വീണ്ടും എത്തിച്ചേരണമെങ്കിൽ എന്തായാലും നമ്മുടെ പ്രവർത്തനത്തിൽ ആ ഒരു മികവ് എന്തായാലും നമ്മൾ തെളിയിക്കണമല്ലോ. നമ്മൾക്കറിയാം സാർ അത്രത്തോളം ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ നാട്ടിലെല്ലായിടത്തും ഓടിയെത്തുന്നൊരു കൃഷി ഓഫീസറാണ് സാറ്. അപ്പോൾ നമുക്കറിയാതെ ഈ ഒരു ജോലിയെ സാർ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്? ഞാൻ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കൃഷി വകുപ്പിൽ എത്താൻ ഉദ്ദേശിച്ച ഒരാളല്ല. ഞാൻ ഈ ടീച്ചിങ് ഫീൽഡിലായിരുന്നു കുറേ കാലം. അതായത് നമ്മൾ പിന്നെ ഡിഗ്രി, PG, BEd, സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഹയർ സെക്കൻഡറി ലെവലിൽ ഉൾപ്പെടെയുള്ള ടീച്ചിങ്ങിൽ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് PSC നിയമനം ഇല്ല ഹയർ സെക്കൻഡറിയിലൊന്നും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ PSC പരീക്ഷ എഴുതുന്നതിൻ്റെ ഭാഗമായി മിനിസ്ട്രിയൽ സ്റ്റാഫായിട്ടാണ് ഈ കൃഷി വകുപ്പിലേക്ക് വരുന്നത്. മീൻസ് അടിസ്ഥാനപരമായി ഈ കൃഷിയുമായി പഠന കാലഘട്ടത്തിൽ ഒരു ബന്ധമില്ല. അപ്പോൾ കൃഷി വകുപ്പിൽ വന്നതിന് ശേഷം നമ്മൾ കൃഷി വകുപ്പിൻ്റെ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ മണ്ണ് പരിശോധന ലാബ്, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ മായം പരിശോധിക്കുന്ന ലാബ്, ജില്ലാ കൃഷിത്തോട്ടം, വിത്തുൽപാദന കേന്ദ്രം, കാങ്കോലി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പ്രവർത്തിച്ച സമയത്തുണ്ടായ കൃഷിയോടുള്ള താല്പര്യം, അതുകൊണ്ട് ആ മേഖലയിൽ തന്നെ നിൽക്കുകയും പഴയ നമ്മുടെ ജോലിയിലേക്ക് തിരിഞ്ഞ് അധ്യാപന ജോലി എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് കൃഷിയിലേക്ക് തന്നെ ആകർഷണമാവുകയാണ് ചെയ്തത്. അങ്ങനെ കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ഇവിടെ നിന്ന് സർവീസിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ കോഴ്സ് കഴിയുകയും അങ്ങനെ കൃഷി അസിസ്റ്റൻ്റായി മാറുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് പിന്നെ നമ്മൾ കാർഷിക മേഖലയിൽ നമ്മളെ പഴയ ജോലിയും ഈ കൃഷി അസിസ്റ്റന്റ് എന്ന ജോലിയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട്, അതായത് അധ്യാപന ജോലി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് സമന്വയിപ്പിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ പഠിച്ച അറിവുകൾ കർഷകരിലേക്ക് പകർന്നു. അങ്ങനെയാണ് ഈ പരിശീലകനായി മാറിയത്. അങ്ങനെ നമ്മൾ എല്ലാ മേഖലകളിലും കാർഷിക പരിശീലനം നമ്മുടെ ഒരുപാട്, അതായത് കൂൺ കൃഷിയുടെ കാര്യത്തിലും വാഴ കൃഷിയുടെ കാര്യത്തിലായാലും നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിൽ ഒരുപാട് സാറിൻ്റെതായ ഒരു പരിശീലനത്തിലൂടെ ഒരുപാട് ഫ്ലോട്ടുകളുണ്ട്, ഒരുപാട് പ്ലാന്റുകളുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വർഷം തന്നെ ഏകദേശം 100ഓളം പരിശീലനങ്ങൾ നടത്തിയിട്ടുണ്ട്. കൂൺ കൃഷിയിൽ 10-26 പരിശീലനങ്ങൾ ഈ പഞ്ചായത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നെ 10-15ഓളം സ്കൂളുകളിൽ നമ്മളെ പഞ്ചായത്തിന് പുറത്ത് ഈ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ഫ്ലോട്ടുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നമ്മളോട് കർഷകർ എന്തെങ്കിലും കീടബാധ പ്രശ്നങ്ങൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നമ്മൾ പിന്നെ ഇതിനുള്ള പ്രതിവിധി നിർദ്ദേശിക്കുന്നതിന് പകരം അവരെ കൃഷിസ്ഥലത്ത് തന്നെ നേരിട്ടെത്തിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ അവിടെ നിന്ന് നേരിട്ട് കണ്ടെത്തി അതിന് പ്രതിവിധി പറഞ്ഞു കൊടുത്ത് വിജയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഒരു കർഷകൻ ഒരു പച്ചമുളക് കൃഷി ചെയ്തിട്ട് ആ പച്ചമുളക് ഇങ്ങനെ കുരുടിച്ച് നിൽക്കുന്ന സമയത്ത് അതിൽ നിന്നൊന്നും ഉൽപാദനം കിട്ടാത്ത അവസ്ഥയിൽ നമ്മൾ അതിനെ സമീപിച്ച് അതിൻ്റെ പ്രതിവിധി നിർദ്ദേശിച്ചിട്ട് ഒരുപാട് പച്ചമുളക് അതിൽ അവർക്കുണ്ടാകുന്ന സന്തോഷം, നമ്മളെ സപ്പോർട്ടോടു കൂടി അവർക്കുണ്ടാകുന്ന ആ സന്തോഷം. അതുകൊണ്ട് തന്നെ കർഷകർ എന്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും നേരിട്ട് കൃഷിയിടങ്ങളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ സബ്സിഡി എന്ന് പറയുന്നത്, കർഷകർ സബ്സിഡിയെ കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ കൃഷി നഷ്ടപ്പെടുമ്പോഴാണ്. അതായത് കൃഷിയിൽ നിന്ന് അവർ ഉദ്ദേശിച്ച വരുമാനം കിട്ടാത്ത സമയത്ത് സബ്സിഡിയെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു വാഴ കർഷകൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വാഴക്ക് 10-20 രൂപയാണ് സബ്സിഡി കൊടുക്കുന്നത്. പക്ഷെ അതിന് പകരം ഒരു വാഴക്കൊല, ഒരു 30 കിലോ കൊല ഉണ്ടായി കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വരുമാനം അതിൽ നിന്ന് കിട്ടും. അപ്പോൾ സബ്സിഡിയെ കുറിച്ച് അവർ മറന്നുപോകും.
അപ്പൊ അങ്ങനെ ഉൽപാദനം കൂട്ടുക എന്നല്ല, ചെലവ് കുറച്ചിട്ട് ഉൽപാദനം കൂട്ടുക കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത്. 2021 അതായത് 4 വർഷം മുമ്പ് ഇതേ അവാർഡ് സാറിന് തേടിയെത്തിയിട്ടുണ്ട്. അപ്പൊ എവിടെയായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്? ആ സമയത്ത് ഞാൻ ചെറുതാഴം പഞ്ചായത്തിലായിരുന്നു. ചെറുതാഴം പഞ്ചായത്ത് നമ്മളെ ഈ മലയോര മേഖല പോലെയല്ല, നെൽകൃഷിക്ക് പ്രധാനമുള്ള പഞ്ചായത്താണ്. അവിടുന്ന് വ്യത്യസ്തമായ ഒരു കൃഷി ഭൂമിയിലേക്കാണ് അങ്ങോട്ട് വന്നല്ലേ? നെൽകൃഷിയാണ് മുഴുവൻ. അപ്പൊ നെൽകൃഷിയിൽ ഉൽപാദനം വളരെ കുറവായിരുന്നു. ഞാൻ പോയ സമയത്ത് പല സ്ഥലങ്ങളിലും. അപ്പൊ ഗ്രൂപ്പുകളെ സംഘടിപ്പിച്ചിട്ട് നെൽകൃഷിക്ക് ചെലവ് കുറച്ച് ഉൽപാദനം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനം നടത്തി. അങ്ങനെ ഈ അവരുപയോഗിച്ചിരുന്ന നെൽവയലുകളിൽ ഉപയോഗിച്ചിരുന്ന ഉമ എന്ന് പറയുന്ന നെൽവിത്ത്, ഉമ എന്ന് പറയുന്ന നെൽവിത്തിന് 1 ഹെക്ടറിൽ അത് ചില ഭാഗങ്ങളിലുള്ള 3000 കിലോ ആണ് ഉൽപാദനം കിട്ടിയിരുന്നത്. പരമാവധി 8000 കിലോ ഒക്കെ ഉൽപാദനം കിട്ടും. അപ്പൊ അതിൻ്റെ എല്ലാം ആ ഒരു പ്രവർത്തനത്തിന് പറഞ്ഞിട്ടാണ് ആ ഒരു സമയത്ത് സാറിന് തേടി അവാർഡ് എത്തിയത്. അവിടെ ഈ നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് തികച്ചും ഈ നമ്മളെ ഈ മലയോര മേഖലയിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു കൃഷിയേ ഇല്ല. അപ്പൊ ഇതിന്റെ അവാർഡിന് അർഹനാക്കുന്ന പ്രവൃത്തി എങ്ങനെയാണ് ഇതിന് അർഹനാകുന്നത്? ഏതൊക്കെ രീതിയിലാണ് ഇതിന്റെ അർഹതയിലേക്ക് എത്തുന്നത്? അത് യഥാർത്ഥത്തിൽ നമ്മളിപ്പം സംസ്ഥാനത്ത് മുഴുവൻ ഉള്ള കൃഷി അസിസ്റ്റന്റുമാരുടെ പ്രവർത്തനം, നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ, നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് തന്നെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, നമ്മളുടെ അപേക്ഷകൾ, ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അവാർഡിന് പരിഗണിക്കുന്നത്. അപ്പൊ അത് സംസ്ഥാനത്തില് ഓരോ ജില്ലകളിലും ഉള്ള കൃഷി അസിസ്റ്റന്റുമാരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്തിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് നിർദ്ദേശിച്ച് സംസ്ഥാനത്തെത്തി 14 ജില്ലകളിൽ നിന്നും ഇതുപോലെ തന്നെ എന്നെ പോലെ തെരഞ്ഞെടുത്ത് വരുന്ന ആൾക്കാരുടെ എത്ര പേർക്കാണ് അത് 3 പേർക്കാണ് സംസ്ഥാനത്ത്. ഏകദേശം ഒരു 3500ഓളം ആൾക്കാരുണ്ട് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ 2021 ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടേൺ എന്ന് പറയുന്നത് 1 പ്രാവശ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 4 വർഷത്തിന് ശേഷമേ പരിഗണിക്കൂ. അങ്ങനെ അടുത്ത ഘട്ടത്തിലും പരിഗണിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സാറിന് അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം സാർ എത്രത്തോളം ഇത് എഫേർട്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലമാണ് ഇത്തരത്തിലുള്ള അവാർഡുകൾ സാറിന് തേടിയെത്തുന്നുണ്ട്. ഇനിയും വീണ്ടും വിവരങ്ങൾ എടുത്തത് സാറിൻ്റെ ഒന്നിച്ച് സാറിന് വർക്ക് ചെയ്യുന്ന സഹായത്തിന് കൃഷി ഓഫീസർ നമ്മളെ മഞ്ജു മേഡും അതുപോലെ ഗീതാ മേഡും എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം ഓഫീസ് ജോലികളെല്ലാം നന്നായി നടത്തുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഓരോരാൾക്കും നമ്മളെ നിയമപ്രകാരം ജോബ് ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏത് ജോലി ചെയ്യണമെന്ന് നിർവഹിച്ചിട്ടുണ്ട്. ആ നിർവഹിച്ച ജോലി എല്ലാവരും വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടെന്നില്ല. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സീനിയർ ഓഫീസർ ആയാലും വളരെ നല്ല അങ്ങനെ. അപ്പൊ അത് നമ്മൾ കൂട്ടായ ഒരു പ്രവർത്തനമാണ്. നമ്മളിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ ഭംഗിയായി നിർവഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ കൂടെയുള്ളവർ അവർ സഹകരിച്ചു. അപ്പൊ പ്രത്യേകിച്ച് നമ്മളിപ്പം മേലുദ്യോഗസ്ഥ നിലയിൽ കൃഷി ഓഫീസർ ആണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശങ്ങൾ തരേണ്ടതും നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് അനുവാദം തരേണ്ടത്. അവരാ നിയന്ത്രണാധികാരി. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നെല്ലാം മുഴുവൻ സപ്പോർട്ടും കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. തീർച്ചയായും. ഇപ്പൊ സാറിന്റെ ഫാമിലിന്റെ നമുക്കൊന്ന് ചില വീട്ടിലെ ആരൊക്കെയാണ്? ഭാര്യയാണ്. ഭാര്യ നമ്മളെ കൃഷി വകുപ്പിന്റെ തന്നെ പയ്യന്നൂരിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലാണ് ജോലിയുള്ളത്. അത് താൽക്കാലിക ജോലിയാണ്. അപ്പൊ പിന്നെ ജിഷാന്ന് പേര്. മക്കൾ 2 പേര്. ഒരാളിപ്പോ ഹയർ സെക്കൻഡറി കഴിഞ്ഞു. എൻട്രൻസിന് പിന്നെ കോച്ചിങ്ങിന് പോകുന്നു. രണ്ടാമത്തെ കുട്ടി 8ാം ക്ലാസ്സിലാണ്. എല്ലാവരും സെറ്റിൽഡ് ആണ്. അപ്പൊ കുറ്റൂർ തന്നെയാണ് വീട്? കുറ്റൂർ തന്നെയാണ് വീട്. അപ്പൊ അടുത്താണ് നമ്മുടെ ഓഫീസ്. ഇപ്പൊ എത്ര വർഷമായി സാർ സർവീസ് ചെയ്തത്? ഞാനിപ്പോ 23 വർഷമായി സർവീസിൽ. പക്ഷേ ഈ കൃഷിഭവൻ സർവീസ് എന്ന് പറയുന്നത് അല്ലാതെ കൃഷി അസിസ്റ്റന്റായി മാറിയിട്ട് 12 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ ചുരുങ്ങിയ വർഷം 12 വർഷത്തിനുള്ളിലാണ് നമ്മളിപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ 12 വർഷത്തിൽ ഈ 12 വർഷത്തിനുള്ളിൽ കൃഷി വകുപ്പിൽ നിന്ന് തന്നെ പഠിച്ച കുറേ കാര്യങ്ങൾ ആണ് പിന്നെ നമ്മൾ അതാണ് കൂടുതൽ അറിവും കൃഷി വകുപ്പിൽ നിന്ന് തന്നെ സമ്പാദിച്ചത്. അപ്പം അതിനു പുറമെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ IT മേഖലയിലെ മാസ്റ്റർ ട്രെയിനറായിട്ട് തന്നെ തെരഞ്ഞെടുത്തു. പിന്നെ കിലയുടെ പിന്നെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഹരിത കേരള മിഷന് വേണ്ടിയിട്ട് പിന്നെ അതിന്റെ പ്രായോഗിക പരിശീലകൻ ഉപദേശ നിർദ്ദേശങ്ങളും ഒരുപാട്, അതായത് കുടുംബത്തിന് ഉള്ളതിനെക്കാട്ടിയും കൂടുതൽ പ്രവർത്തനമായിട്ട് പുറത്തുണ്ട്. ഞായറാഴ്ച പോലും സാറ് പലപ്പോഴും യഥാർത്ഥത്തിൽ ഞാൻ നല്ലൊരു കൃഷി ഉദ്യോഗസ്ഥനായിട്ട് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പിന്നെ കുടുംബനാഥനല്ല. കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ ഫീൽഡിലെല്ലാം പോയി ഒരുപാട് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ നമ്പറുകളെല്ലാം കർഷകർക്ക് കൊടുക്കും. അപ്പോൾ ഫോൺ നമ്പർ കൊടുക്കുന്ന സമയത്ത് വീട്ടിലെത്തിക്കഴിഞ്ഞാലും മുഴുവൻ സമയം കർഷകർ ഫോൺ വിളിയാണ്. അപ്പോൾ എനിക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. കർഷകൻ ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അത് നിർബന്ധമായി അറ്റൻഡ് ചെയ്തിരിക്കണം. അഥവാ നമ്മൾക്ക് എന്തെങ്കിലും തിരക്കാണെങ്കിൽ തിരിച്ചു വിളിക്കും. അതുപോലെ തന്നെ ഒരുപാട്
വാട്സപ്പ് മെസ്സേജുകൾ വരും അവരുടെ സംശയം ചോദിച്ചിട്ട്. അപ്പൊ അതിന് നമ്മൾ കൃത്യമായി പ്രതികരിക്കുന്നുണ്ട്. ഈ പ്രതികരിക്കുന്നതുകൊണ്ടാണ് അവർ വീണ്ടും സംശയം ചോദിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും നമ്മളെ ഭാഗത്ത് താല്പര്യക്കുറവ് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ കർഷകർ നമ്മളെ ഉപേക്ഷിച്ച് പോകും. അങ്ങനെ കർഷകർ പരസ്പരം സംസാരിക്കുകയും ചെയ്യും. അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറുപടി കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഫുൾ കർഷകരെ കിട്ടുന്നതും നമുക്ക് ഈ കാർഷിക മേഖല കുറച്ച് മാറ്റം വരുത്താൻ സാധിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ ഇത്രയും സമയം സാറിൻ്റെ വിലപ്പെട്ട ഈ സമയം ചെലവഴിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് അവാർഡുകൾ ഇതൊക്കെ കിട്ടി, ഇനി ഉയരങ്ങളിൽ എത്തട്ടെ സാറ് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.